ഹല്ലേലൂയ. വേഗമരുതവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അതേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. നമ്മുടെ ആരാധനകൾ ബുദ്ധിയുള്ളതും വിശുദ്ധിയുള്ളതും ശുദ്ധീകരണവുമുള്ള ആരാധനയായിരിക്കണം. അതാണ് നമ്മുടെ ദൈവത്തിന് പ്രസാദമുള്ളത്, അതാണ് യാഗമായി ഉള്ളത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ആരാധനകൾ അത് കാപട്യമുള്ളതാണെങ്കിൽ, കളങ്കമുള്ളതാണെങ്കിൽ അത് കേൾക്കുന്നവനല്ല ദൈവം. ദൈവം പരിശുദ്ധനാണ്, അവൻ നീതിമാനാണ്. ആ ദൈവത്തിൻ്റെ മുന്നിലുള്ള ആരാധന കപടതയില്ലാത്ത യഥാർത്ഥമായ ആരാധന, യഥാർത്ഥമായ ഉള്ളിൽ നിന്നുള്ള ആരാധന, അത് ജീവിതത്തിലുള്ള സമർപ്പണം മൂലം മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. നമ്മൾ ആരാധനയ്ക്ക് മുന്നായി നമ്മളെ ഒന്ന് സമർപ്പിക്കുവാൻ, നമ്മളെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുവാൻ, നമ്മളെ ഒന്ന് വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ വിലയിരുവുകൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറവുള്ള മനുഷ്യനാണ്, ബലഹീനതകളുണ്ടപ്പാ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് ആർക്ക് പറയുവാൻ സാധിക്കും? അവരുടെ കുറവുകൾ മറ്റുള്ളവൻ്റെ കുറവല്ല, എൻ്റെ കുറവ് ഞാൻ ദൈവസന്നിധി ഏറ്റുപറയുമ്പോൾ അത് ബുദ്ധിയുള്ള ആരാധനയായി മാറുവാൻ സാധിക്കും. അത് ദൈവത്തിന് വലിയ ഒരു സന്തോഷമുള്ള ആരാധനയായി മാറ്റുവാൻ സാധിക്കും. അത് വിശുദ്ധിയുള്ള ആരാധനയായി മാറ്റുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ആരാധനകൾ അത് ബുദ്ധിയുള്ള ആരാധന, അത് വിശുദ്ധിയുള്ള ആരാധനയായിരിക്കണം. നമ്മുടെ ആരാധന യഥാർത്ഥമുള്ള ആരാധനകൾ മാത്രമാണെങ്കിൽ, യഥാർത്ഥമായുള്ള പ്രാർത്ഥനകൾ മാത്രമേ ദൈവസന്നിധിയിൽ കേൾക്കുവത്തുള്ളൂ. കാപട്യമായ പ്രാർത്ഥനകൾ, കാപട്യമായ ആരാധനകൾ കേൾക്കുന്നവനല്ല ദൈവം. എന്നാൽ നമ്മെ തന്നെ അതേ സമർപ്പിച്ച്, താഴ്ത്തി സമർപ്പിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടപ്പാ, ബലഹീനതകൾ വന്നുപോയി, വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ കുറവുകളുണ്ട്, അവിടുന്ന് ക്ഷമിക്കണമേ, നീ അവിടുന്നോട് പൊറുക്കണമേ എന്ന് ആർക്ക് പറയുവാൻ സാധിക്കുന്നുവോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഒരു നല്ല ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതേ, നമ്മുടെ ശരീരത്തെ അത് ഒരു ബുദ്ധിയുള്ള ആരാധനയായി, അത് ജീവിത വിശുദ്ധീകരണത്തിലൂടെ അതേ മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കണം. അതിൽ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ അത് ദൈവത്തിൽ ആശ്രയമുണ്ടായിരിക്കണം. ദൈവത്തിൽ ആശ്രയമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തിൻ്റെ മേൽ അഭിമുഖീകരിച്ച് അത് മുന്നോട്ട് പോകുവാൻ സാധിക്കും.